ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ റേബാൻ്റെ മെറ്റ സ്മാർട്ട് ഗ്ലാസിൻ്റെ ഒരു റിവ്യൂ ആണ്. ഇത് ആക്ച്വലി നമ്മുടെ റേബാൻ മെറ്റ ജനറേഷൻ 2 ആണ്. നമ്മൾ ഓൾറെഡി ജെൻ 1 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സെൽ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ. ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 2-3 മാസമായിട്ടാണ്. ജെൻ 2ൻ്റെ ട്രാൻസിഷൻ മോഡൽ. ഞാൻ ട്രാൻസിഷൻ മോഡൽ മാത്രമേ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടും ഇതിൽ നല്ല സെയിൽസ് ഓഫർ വരുന്നുണ്ട്. എസ്പെഷ്യലി ജെൻ 1-ന് നല്ല പോലെ ഓഫർ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 15% to 20% നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ജെൻ 1 വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ ഓഫ്ലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും ഡിസ്കൗണ്ട് സംഭവമൊന്നുമില്ല, ഇപ്പോഴും ഇല്ല ഓഫ്ലൈനിൽ. അപ്പോൾ ഇപ്പോൾ അന്നൊന്നും ഇത് ആമസോണിൽ ഫ്ലിപ്കാർട്ടിലും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിന് ശേഷമാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ് സുഖമായിട്ട്. ഞാൻ എൻ്റെ ജനറേഷൻ 2 ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. ഫ്ലിപ്കാർട്ടിലും ഉണ്ട്. അത് ക്വിക്കായിട്ട് എനിക്ക് ആമസോൺ കണ്ടപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഇപ്പോൾ രണ്ടിലും നമുക്ക് ഓഫർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിൻ എടുത്ത് പറയാൻ കാരണം. നിങ്ങളിപ്പോൾ ഒരു റേബാൻ മെറ്റ ഗ്ലാസ് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ജനറേഷൻ 1 നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ. ഒരു ഡിഫറൻസും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ രണ്ടും വാങ്ങിച്ചിട്ടുള്ള അൺബോക്സ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. വ്യത്യാസമൊന്നുമില്ല, ബാറ്ററി ബാക്കപ്പിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ നമുക്ക് കളർ ചേഞ്ച് കുറച്ച് വന്നിട്ടുണ്ട്. ട്രാൻസിഷൻ മോഡൽ ഇതിലൊരു ബ്ലൂ വന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി മാറ്റ് ബ്ലാക്കിന് എടുത്ത് എന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുമ്പോഴും പിന്നെ മാറ്റ് എടുത്താൽ മതി. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് മറ്റേ സാധനം ഷൈനി വരുന്ന മോഡൽ സ്ക്രാച്ച് വരുന്നുണ്ട്. മാറ്റ് എടുത്താൽ മതി. ബ്ലാക്ക് ആയാലും ബ്ലൂ ഇല്ല എന്നുണ്ട് മാറ്റ്. പിന്നെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഡിസൈനിലേക്ക് കൊണ്ടുപോകാം. എൻ്റെ നമ്മുടെ എന്താ പറയുക, ഇതിൻ്റെ വേഫെയർ മോഡലാണ്. പിന്നെ നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട്, എൻ്റെ പേര് ഞാൻ പറഞ്ഞു, സ്കൈലൈനർ മോഡലുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക ട്രാൻസിഷൻ മോഡൽ ലാർജ് സൈസാണ്. പിന്നെ ഞാൻ ആദ്യം വാങ്ങിച്ചിട്ടുള്ളത് M സൈസായിരുന്നു. നിങ്ങൾ ജനറേഷൻ 1 എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം, അത് M ആണ്. ഇത് ലാർജാണ്. പിന്നെ എന്താ പറയുക, നമുക്ക് ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 7 മണിക്കൂറൊക്കെ കിട്ടുന്നുണ്ട്. ഇത് ജെൻ 2 ആണ്. മറ്റേതാകുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 3.5 മണിക്കൂർ 4 മണിക്കൂറൊക്കെ കിട്ടും കേട്ടോ. കണ്ടിന്യൂസ്ലി നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാരുമാണെങ്കിൽ മാത്രം നിങ്ങൾ ജെൻ 2ലേക്ക് പോയാൽ മതി. അല്ലാണ്ട് ഒരു ഡിഫറൻസ് കൂടി ഇല്ല. ഡിസൈനിലോ ചേഞ്ചസിലോ ഒരു സാധനത്തിലും ഇല്ല ഡിസൈൻ ഡിഫറൻസ്. ആ ബോക്സുമ്പോൾ മാത്രം ചെറുതായിട്ടൊരു ഡിഫറൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ അതും പറയാനാണ് മെയിനായിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ എടുക്കാനും സംഭവമൊക്കെയാണ്. ഇതിൽ 3 മിനിറ്റാണ് നമുക്ക് മാക്സിമം വീഡിയോ എടുക്കാൻ പറ്റുക. 4K സപ്പോർട്ട് ഇതിലുണ്ട്, ജനറേഷൻ 2-ലുണ്ട്. മറ്റേ 1080p ഉള്ളൂ. പക്ഷേ 1080p ഒക്കെ മതി. 12 മെഗാ പിക്സലിൻ്റെ സെൻസറാണ്. അത് സെൻസർ അവിടെ വ്യത്യാസമൊന്നുമില്ല. നമുക്കിതിൽ 4K അല്ല 3K സപ്പോർട്ട് ഒരു ഇമ്പ്രൂവ് കുറച്ചും കൂടി കൂട്ടിയെന്ന് മാത്രമല്ല, അല്ലാണ്ട് വേറെ സംഭവമൊന്നുമില്ല. ചെറുതായിട്ട് നമ്മൾ സൂമിയൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് ക്വാളിറ്റി കിട്ടും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ 99% നിങ്ങൾക്ക് ഒരു ഡിഫറൻസും കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 10,000 രൂപയുടെ ഡിഫറൻസ് ഒക്കെ അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ പോരാതെ തന്നെ ജെൻ 1 ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ട് ഒരു 15,000 ഒക്കെ വരും ഡിസ്കൗണ്ട്. അപ്പോൾ അത്രയും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല ജെൻ 2 എടുക്കാൻ. ജെൻ 1 എടുത്താൽ മതി. ഞാൻ എന്തായാലും ടാഗ് ചെയ്തേക്കാം, ആമസോൺ ഫ്ലിപ്കാർട്ട് ടാഗ് ചെയ്തേക്കാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ വാങ്ങിക്കാൻ മറക്കണം കേട്ടോ. അതുപോലെ തന്നെ ട്രാൻസിഷൻ മോഡൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രീനും ഉണ്ട്, പിന്നെ ബ്ലൂ ഉണ്ട്. എൻ്റെ ഗ്രീനാണ്. നമുക്ക് അത്യാവശ്യം സൺലൈറ്റ് വന്നു കഴിഞ്ഞാൽ സാധനം കളർ മാറും. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഇതൊരു പവർ ഗ്ലാസ് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്ലാസ് നിങ്ങൾ പവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പവറായിട്ട് മാറ്റാനും പറ്റും. നിങ്ങൾ നോർമൽ പ്ലെയിൻ ഗ്ലാസ് വേർഷൻ ഉണ്ട് ഇതിൻ്റെ, അത് വാങ്ങിച്ചിട്ട് പവർ ഗ്ലാസ് ആക്കിയാൽ മതി. പിന്നെ കൂളിംഗ് ഗ്ലാസ് മോഡലുണ്ട്, പോളറൈസേഷൻ മോഡലുണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് മോഡലുകളുണ്ട്. പിന്നെ മെറ്റ എന്ന് പറഞ്ഞ ആപ്പാണ് അവർ ഉപയോഗിക്കുന്നത്. നമ്മൾ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ കാണിച്ചു തന്നെ. അപ്പോൾ ഇതാണ് എൻ്റെ ആപ്പ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ട്, ഇതാണ് മെറ്റ എൻ്റെ ലോഗോ ഒക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കാണിച്ചത്. ഇതാണ് ആപ്പ്. ഉണ്ട്, അത്യാവശ്യം നല്ല സംഭവം തന്നെയാണ്. ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ, ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നിട്ട് റെഗുലറായിട്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റ ഉണ്ടോ. അപ്പോൾ പിന്നെ ഇതിൽ നമുക്ക് അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. ഫോട്ടോസ് ആയിക്കോട്ടെ. ഇപ്പോൾ ഞാൻ ഇതിലെടുത്തൊരു ഫോട്ടോ ആണ് കണ്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഉണ്ടോ, 12 മെഗാ പിക്സലിൻ്റെ ഫോട്ടോ കിട്ടുക. ആകെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഇത് ഫുൾ പോർട്രേറ്റിലേ കിട്ടുള്ളൂ, ലാൻഡ്സ്കേപ്പ് മോഡിലില്ല. അതൊരു കുഴപ്പം മാത്രമല്ല. അപ്പോൾ വീഡിയോ പെർഫോമൻസ് ആയിക്കോട്ടെ. അതായത് നമ്മൾ ലുലുവിൽ ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി കിട്ടും 3 മിനിറ്റ് വരെ. ലൈറ്റ് ചെറുതായിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഞാനിത് എന്തായാലും നമുക്കിവിടെ ഞാനിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് DJIൻ്റെ Pocket 3ലാണ്. നമ്മുടെ ക്യാമറ ഒക്കെ എറണാകുളത്ത് വീട്ടിലാണ്. നമ്മളിപ്പോൾ വിഷുവിന് തൃശ്ശൂർ തൃശ്ശൂരത്തെ വീട്ടിലേക്ക്. ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി നിങ്ങൾ ഡെയിലി ആയിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഞാനിപ്പോൾ അങ്ങോട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ എറണാകുളത്ത് വീട്ടിലേക്ക്. ഇപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ അവിടേക്ക് മാറി. അപ്പോൾ ഇവിടേക്ക് നമ്മൾ ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ചയിലേക്ക് വരുന്നത് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഇത് ഗ്ലാസ് ഒന്ന് വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇത് സൈസ് L ആണ്. അപ്പോൾ നിങ്ങൾ സൈസ് അറിയുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് ആക്ച്വലി ഇവരുടെ ഈ കേസ്, ഇത് ചാർജിങ് കേസും കൂടിയിട്ടാണല്ലോ. കേസ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഈ കളറ്. ഇത് ചളിയാവാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. ഇതുവരെയായിട്ട് ഡാമേജോ സംഭവങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് അറിയാം, എന്താ ഉണ്ടോ
ഫുള്ള് ലെതർ ഫിനിഷ് പോലത്തെ സംഭവമാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ബാറ്ററി വരുന്നത്. ഇതുണ്ടെങ്കിലേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എന്തായാലും പ്രൈസ് ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ഗ്ലാസ് വരുന്നുണ്ടോ, റെബേൻ്റെ ലോഗോ മാറ്റ് ഫിനിഷാണ്. ഇത് സൈസ് M ആണ്. ഞാൻ ഇതിന്മേ ഒരു നിങ്ങൾക്കറിയിരിക്കുമ്പോൾ ഇതിന്മേൽ ലൈറ്റ് വരും. ഞാൻ ഇതിൽ ചെയ്യേണ്ട ഒരു സംഭവം വെച്ചിട്ടുണ്ടോ, നമുക്കിത് ആമസോണിൽ വാങ്ങിച്ച് ഞാൻ വെച്ചതാണ് കണ്ടു. ഇത് ഓണാക്കിയിട്ട് നമുക്കിത് അടച്ചിട്ടാൽ മതി. ഓണായി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇത് ഫസ്റ്റ് ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് ഷൂട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അവർ പറയും നോക്കിക്കോട്ടെ. നിങ്ങൾ കേട്ടോ വിചാരിക്കുന്നു ബ്ലോക്കാന്ന് പറഞ്ഞിട്ട്. ഇത് അടച്ച് ഇത് ഷൂട്ടിങ് തുടങ്ങിയിട്ട് ഞാൻ ഇത് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓണാക്കി ഇതിപ്പോൾ ഓണായി. നിങ്ങൾക്ക് ഇവിടെ ഇതിപ്പോൾ ഫോട്ടോ ആയിരുന്നു അമർത്തി പിടിച്ച വീഡിയോ ഓണായി കണ്ടു. ഈ ലൈറ്റ് ഓണായിക്കൊണ്ടിരിക്കും. ഇനി നമുക്കിത് വേണമെങ്കിൽ ഇത് അങ്ങനെ അടച്ചാൽ മതി. കണ്ടു, അറിയില്ല. ഇനി നമുക്കിത് വെക്കാം 3 മിനിറ്റ് വരെ ഇങ്ങനെ വെക്കാം. ഇതാണ് നമ്മുടെ റേബാൻ മെറ്റാ ഗ്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കത്തണതൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റിക്കർ വാങ്ങിച്ച് ഒട്ടിച്ചാൽ മതി. 800 രൂപ സംതിങ് ആമസോണിൽ 3 കിട്ടും. ആമസോണിൽ ഞാൻ വാങ്ങിച്ചാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ച് ഒട്ടിച്ചാണ്. അപ്പോൾ ഇതാണ് സംഭവം. നമുക്ക് ഓണെങ്കിൽ ഒന്നുകൂടി ചെയ്താൽ മതി. സംഭവം കഴിഞ്ഞു. അപ്പോൾ നമുക്കത് നമ്മുടെ വൈഫൈയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിലേക്ക് ഓട്ടോമാറ്റിക്കലി അവർ ഇതായിക്കോളും. അതൊക്കെ നമുക്ക് ഓൺ ചെയ്ത് വെക്കാം, ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കിതിപ്പോൾ ഓഫറുണ്ട്, ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വാങ്ങിച്ചിട്ട് ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ Gen 1 നിങ്ങൾക്ക് നല്ല പോലെ ഡിസ്കൗണ്ടിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ ഈ സാധനം നിങ്ങൾ യൂസേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനം വാങ്ങിക്കാം കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വീഡിയോ എടുത്തേക്കണം, അല്ലെങ്കിൽ ട്രാവലിംഗ് പോകുമ്പോൾ വീഡിയോ എടുക്കാനോ, അല്ലെങ്കിൽ മെമ്മറി എടുക്കാനോ, ക്യാമറ എടുത്തിട്ട് ഇപ്പോൾ ചിലപ്പോൾ ക്യാമറ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്ത സ്ഥലത്തൊക്കെയാണെങ്കിൽ അങ്ങനെയൊക്കെയാണെങ്കിൽ ഭയങ്കര യൂസ് ഉണ്ട് കേട്ടോ സാധനം. അത് വേറെ കാര്യം. പക്ഷേ അത്യാവശ്യം പ്രൈസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ട്രാൻസിഷൻ മോഡലിൽ Gen 1 ആണെങ്കിൽ 35,700 നോർമൽ പ്രൈസ് വരുന്നത്. ആമസോൺ ഫ്ലിപ്കാർട്ടിലും ഡിസ്കൗണ്ട് ഉണ്ട്. Gen 2 ആകുമ്പോൾ 45,700 വരുന്നത് ട്രാൻസിഷൻ മോഡലിന്. സ്റ്റാർട്ടിങ് എനിക്ക് തോന്നുന്നത് ജനറേഷൻ 2 39 സംതിങ് ആണ് വരുന്നത്. മറ്റേതാകുമ്പോൾ 29 സംതിങ് ആയിരുന്നു. ഇപ്പോൾ ഡിസ്കൗണ്ട്, അത് ഞാൻ ഡിസ്കൗണ്ട് കാര്യം പറഞ്ഞില്ല, ഞാൻ മെയിൻ പ്രൈസ് പറഞ്ഞത് മാത്രമല്ല കേട്ടോ. പിന്നെ ഫുൾ മെറ്റൽ ബോഡിയാണ് ഉണ്ടോ, പ്ലാസ്റ്റിക് ബോഡിയാണ്. ബിൽഡ് ക്വാളിറ്റി കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. കുറേ പേര് പറയുന്നത് ലോക്കൽ ബിൽഡാന്നൊക്കെ പറയുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റി കുഴപ്പമൊന്നുമില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫീൽ അതുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ലോക്കൽ ബിൽഡൊന്നുമില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താ പറയുക, കോൾ ചെയ്യാൻ കിടിലൻ സാധനമാണ്. നമുക്കിത് സുഖമായിട്ട് ഇയർഫോണിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. സുഖമായിട്ട് തന്നെ ഫുള്ളും സംഭവം മൈക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജനറേഷൻ 2 എസ്പെഷ്യലി നമുക്കൊരു മൈക്കിൻ്റെ ഇമ്പ്രൂവ് കൂടുതലുണ്ട്. അപ്പോൾ കോൾ ചെയ്യാനൊക്കെ ഉണ്ടല്ലോ, കിടിലൻ സാധനമാണ്. നമുക്ക് സുഖമായിട്ട് വർത്താനം പോകും. ഞാനിത് എടുത്തിട്ട് വർത്താനം പറയുമ്പോൾ കുറേ പേര് ഇതെന്താ ഞാൻ തന്നെ വർത്താനം വേണം നോക്കുമ്പോൾ ഇയർഫോണും ഇല്ല. അറിയുന്ന ആൾക്കാർക്ക്, അറിയാത്ത ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ പക്ഷേ നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്, സുഖമായിട്ട് ക്വാളിറ്റി കിട്ടും. അറിയില്ല അപ്പുറത്തെ ആൾ ഇത് കേൾക്കുന്ന ആൾക്ക് ഒരു ഗാഡ്ജറ്റ് കൂടെയാണ് വർത്താനം പറയുന്നത്, അല്ലെങ്കിൽ ഗാഡ്ജറ്റ് എന്നല്ല ഒരു സൺഗ്ലാസ് കൂടെയാണ് വർത്താനം പറയണമെന്ന് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ അത്രയും ക്വാളിറ്റി തരുന്ന സംഭവമാണ്. മ്യൂസിക് ആയിക്കോട്ടെ. പക്ഷേ നല്ല ഒരു ലൗഡ് സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കില്ല. എന്ന് വെച്ചാൽ അത് പുറത്തേക്ക് സൗണ്ട് വരുന്ന സ്പീക്കറൊക്കെ ഇവിടെ കണ്ടു. അപ്പോൾ അത് കേൾക്കില്ല കേട്ടോ. അത് നിങ്ങൾ നോക്കണം. എസ്പെഷ്യലി ഓഫീസ് യൂസ് ആയിക്കോട്ടെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോളിൽ, സൂപ്പർ മാർക്കറ്റിൽ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് വയ്ക്കാം. ഭയങ്കര സൗണ്ടുള്ള ഏരിയയിലൊന്നും കേൾക്കില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത് ഓൺ ഓഫ് ചെയ്യാനുള്ളൊരു ബട്ടണും ഉണ്ട് കണ്ടോ. ഇതിൻ്റെ ബാറ്ററി റീപ്ലേസബിൾ അല്ലാതാണ് ഞാൻ റേബാനുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. ഞാൻ അവരെ കസ്റ്റമർ കെയറിലേക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു 2-3 കൊല്ലമൊക്കെ നിൽക്കുന്നുണ്ട്, ഡിപ്പെൻഡ്സ് അപ്പോൺ യൂസേജ് കേട്ടോ. അപ്പോൾ അങ്ങനെ യൂസുള്ളവർക്ക് സാധനം എടുക്കാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു റിവ്യൂ പറയാനാണ് വന്നത്. പോരാത്തന്നെ നമ്മുടെ ആ ഒരു ഓഫർ ഉണ്ടല്ലോ, അതും കൂടി പറയാനാണ് വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ മെയിൻ ചാനൽ കാണാത്തൊരു ഗുഡ് ആപ്പൻസിയർ എന്ന് പറഞ്ഞ ചാനലാണ് നമ്മുടെ മെയിൻ ചാനൽ. പിന്നെ നമുക്കൊരു ഫിനാൻസ് ചാനലും ഉണ്ട്. ഇത് നമ്മുടെ ഒരു ടെക് ചാനലാണ്. ഇതിൽ നമ്മൾ കുറേ കാലം ആക്റ്റീവ് ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ പിന്നെയും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട് നമ്മുടെ എന്താ പറയുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൽ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ട് സെൽ ഔട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട. നമ്മുടെ യൂട്യൂബിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ് കേട്ടോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്താലോ, അടുത്ത കാണാം. ബൈ.